ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുഴുങ്ങിയ ഏത്തപ്പഴം വെച്ച് നമുക്കൊരു പായസം വെക്കാം. എങ്ങനെയാണെന്നറിയാം. ഇത് ഞാൻ പുഴുങ്ങിയിരിക്കുവാണ് നന്നായിട്ട്. ഇനി ഇത് തോലൊക്കെ കളഞ്ഞ് അകത്ത് കറുത്ത ഉണ്ടല്ലോ നാര് പോലെ, അതെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് വേണ്ട നെയ്യിൽ എന്നൊക്കെ വറുത്തെടുക്കാം. നട്ട്സും മുന്തിരിയും, പിന്നെ പാൽ വേണ്ടവർക്ക് ഒഴിക്കാൻ. ഞാൻ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ പായസം എടുക്കുന്ന പോലെ തന്നെ. ആ സമയത്ത് നമുക്ക് നെയ്യിൽ നമുക്ക് നട്ട്സും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ആവശ്യത്തിന് മതി. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഏലക്കായ മതി. ഇനി ഞാൻ ഈ നെയ്യിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങി അതിൻ്റെ നാരുണ്ടല്ലോ കറുത്ത, അതൊക്കെ കളഞ്ഞ് ഞാനത് നല്ലപോലെ പുഴുങ്ങിയതാണ്. ഇതിനകത്തേക്ക് നെയ്യിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഇനിയിപ്പോൾ ഇതെല്ലാ ഭാഗത്തും മിക്സ് ആയി നല്ലപോലെ നെയ്യൊക്കെ ആയിട്ടുണ്ട്. പുരട്ടി കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി എടുത്തിരിക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ വേണം. ഇനി നമ്മൾ പാനി ഇതിലേക്ക് ഒഴിക്കണം. ശർക്കര പാനി ആവശ്യത്തിന്. ഇതിനാവശ്യമുള്ളത് എത്രയാണോ അത് എല്ലാം എടുക്കണം. ഇതിന് ശേഷം രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനാവശ്യമായ പാനി ശകലം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് കടിക്കണമെങ്കിൽ നമ്മുടെ ഏത്തക്കയുടെ ഒരു ശകലം അവിടെ കിടക്കുന്നത് നല്ലതാണ്. നമ്മളിതിലേക്ക് ഏലക്ക പൊടിച്ചിടാം. ചുക്ക് എല്ലാ ആവശ്യത്തിന് മതി. അങ്ങനെ തൊണ്ടോടുകൂടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിങ്ങ് മാറ്റാം. മധുരം ആവശ്യമുള്ളവർക്ക് ചേർക്കാം. നല്ല സ്വാദിഷ്ടമായ ഒന്നാണ്. രണ്ടാം പാലിൻ്റെ ശകലം കൂടെ ഇരുന്നു അതൊന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ആവണം. ചില ഉപ്പ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഇല്ലേ വേണ്ട. ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം. എൻ്റെ പിഞ്ചോളം ചേർത്തു. ചെറിയ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ ഏത്തപ്പഴം പുഴുങ്ങിയ പായസം റെഡിയാണ്. ഇനി നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ചേർക്കണം. സെറ്റായി വരുമ്പോഴത്തേക്ക് ശകലം ഒന്നാം പാൽ ചേർക്കാം. നിങ്ങൾ എത്രമാത്രം എടുക്കുന്നത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏത്തയ്ക്ക പുഴുങ്ങിയ ഒരു പായസം റെഡിയാണ് കേട്ടോ. വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഉണ്ടാക്കണേ. ഒരു പൊടിക്കോളം ശകലം പഞ്ചസാര വേണമായിരുന്നു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏലക്ക വേണ്ടവർക്ക് പിന്നെയും ചേർക്കാമേ, ചുക്കും. നമ്മൾ ചേർത്തിരിക്കുന്ന നട്ട്സും നെയ്യ് വറുത്തിരിക്കുന്ന മുന്തിരി ഇതിലേക്ക് ചുട്ടു കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഏത്തയ്ക്ക പായസം റെഡിയാണ്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ നല്ല സ്വാദിഷ്ടമായ ഏത്തയ്ക്ക പുഴുങ്ങി ഉണ്ടാക്കിയ പായസം റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണേ.